കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻ. കണ്ണുകൾ അവളിൽ അലയാൻ തുടങ്ങിയിട്ട് നേരമേറെയായിരിക്കുന്നു. ചുംബിച്ചിനിയും മതിവരാത്ത അവളുടെ അധരങ്ങൾ, കടഞ്ഞെടുത്തതുപോലെയുള്ള ഉടലഴകുകൾ ഭ്രാന്ത് പിടിച്ചു പോകും. പെണ്ണിനെ ഞെരിച്ചുടക്കാൻ തോന്നും. അവളിൽ നിന്നും പറിച്ചെറിഞ്ഞ സാരിയിൽ മുഖം അമർത്തിയൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തവൻ പീലിയുടെ മുഖം ചുവന്നുപോയി. കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നു. എനിക്ക് തണുക്കുന്നുണ്ട് മഹിയേട്ടാ. മെല്ലെ മന്ത്രിക്കും പോലെ അവളുടെ വാക്കുകൾ. അവൻ്റെ ചൊടികളൊന്ന് വിടർന്നുപോയി. കണ്ണിലും മനസ്സിലുമെല്ലാം വിറക്കുന്ന ഈ പെണ്ണ് മാത്രം. എന്നെ ഇങ്ങനെ നോക്കല്ലേ. പാതിനഗ്നമായ അവൻ്റെ ശരീരം, കണ്ണുകൾ കൊണ്ട് കൊത്തിപ്പറിക്കുന്നത് പോലെയുള്ള നോട്ടം. കണ്ണുകൾ ഉയർത്തി ഇനിയും അവനെ നോക്കാൻ കഴിയാത്തതുപോലൊരു വികാരം അവളെ പൊതിഞ്ഞു. നെഞ്ച് നിറഞ്ഞ് കവിയുന്നത് പോലൊരു സ്നേഹം തോന്നിപ്പോയവന്. പാവം. അറിയാതെ ഉള്ള മൊഴിയുമ്പോൾ ഞെട്ടലോട് അവളിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റിയവൻ. ഒരു നിമിഷം ചിന്തിച്ചു കൂട്ടുന്ന എന്താണെന്ന് പോലും അറിയാത്ത ഒരു അസ്വസ്ഥത. കുറച്ചു നേരം കൊണ്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നൊന്നും അവൻ ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടി ആ പെണ്ണിനെ നോക്കാനാവാതെ അവളിൽ നിന്ന് എഴുന്നേറ്റു മാറിയവൻ ആ സാന്നിധ്യം വിട്ടകുന്നതും പീലി സംശയത്തോടെ കണ്ണുകൾ തുറന്നു നോക്കി. ഇട്ടിരുന്ന ഷർട്ട് കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് ബാൽക്കണിയുടെ വാതിൽ വലിച്ചോർന്ന് പുറത്തേക്ക് പോകുന്നവനെ പീലി കാര്യമൊന്നും മനസ്സിലാവാതെ നോക്കി. കയ്യിൽ എരിഞ്ഞു തീരുന്ന സിഗരറ്റിനൊന്നും ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അവന് ബോധ്യമായി. അവൾ പറഞ്ഞ പോലെ ബുദ്ധിക്ക് പകരം ഹൃദയം കൊണ്ട് അവൻ ചിന്തിച്ചു പോകുന്നു. കേവലം ശരീരം മാത്രമായി കണ്ടവളുടെ വാക്കുകൾ പാറയിൽ നിന്നൊരു നേർത്ത തെളിനീരിൻ്റെ ഉറവ പോലെ എന്തോ അവനിൽ ഉറവിയെടുത്തു തുടങ്ങി. ഭ്രാന്ത് പിടിക്കും പോലെ. ഇത്രയും വർഷങ്ങളില്ലാതിരുന്ന എന്തൊക്കെയോ അവനെ വരിഞ്ഞു മുറുക്കി. സർവവും തകർത്തെറിയാനുള്ള ദേഷ്യമാണ് അവനിൽ നിറഞ്ഞത്. അവൾക്ക് മുമ്പിൽ അടിപതറി തുടങ്ങിപ്പോകുമെന്നുള്ള ഭയം. പെട്ടെന്നെന്താ പറ്റിയേ? പുറകിൽ നിന്ന് കേൾക്കുന്ന അവളുടെ ചോദ്യം അവനുള്ളിലെ ദേഷ്യത്തെ ആളിക്കത്തിച്ചു. എന്റെ കൂടെ കിടക്കാൻ നിനക്ക് ഉറക്കം വരില്ലേ? തീർത്തും രൂക്ഷമായ ചോദ്യത്തിലും ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന അവന്റെ ഭാവത്തിലും പീലിയൊന്ന് പതറിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അത് കാണെ ഒരു നിമിഷം വല്ലാത്തൊരു ഉൾക്കുത്ത് തോന്നിപ്പോയവന്. അടുത്ത നിമിഷം അംഗീകരിച്ചു കൊടുക്കാൻ വയ്യാത്ത തന്റെ മാറ്റമോർക്കെ അവളെ പുച്ഛത്തോടെ നോക്കി. നിന്റെ ഈ കരച്ചിലും പിഴിച്ചിലും കണ്ടാലൊന്നും എന്റെ മനസ്സിൽ ഞാൻ പോകുന്നില്ല. കുറച്ചു ദിവസം കൂടെ കിടന്ന് സുഖം പിടിച്ചപ്പോ നിനക്കെന്നോട് പ്രണയം അല്ലേടി? അലറുന്ന പോലെ ആയിരുന്നു ആ ചോദ്യം. പീലി വിശ്വസിക്കാൻ പോലും ആവാതെ ഏതോ ലോകത്തെന്ന പോലെ അവനെ നോക്കി. കവിളിൽ മുറുകുന്ന കൈ തീർക്കുന്ന നോവൊന്നും അവൾ അറിഞ്ഞതുപോലുമില്ല. അതിലുമേറെയായി ഹൃദയം മുറിഞ്ഞ് രക്തം കിനിയുന്നു. എനിക്ക് പകരം മറ്റാരായിരുന്നെങ്കിലും നീ ഇങ്ങനെ ആവില്ലേ? നിന്റെ ഏട്ടന് ഇനിയൊരു ആപത്ത് വന്നാ അവനെ രക്ഷിക്കാൻ നീ ഇനി ആരുടെ കൂടെ വേണേലും കിടക്കില്ലേ? അവരോടൊക്കെ നിനക്ക് പ്രണയം തോന്നുകൂടി? നിന്നെപ്പോലൊരു ലോ ക്ലാസ് പെണ്ണിനെ തീർക്കുന്നതിന് പറയുന്ന പേരാ പ്രണയൊന്ന്. നിന്റെ ആസുഖം ഞാൻ തീർത്തരാം. അതിന് നീ ഇനി പ്രണയം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൻ ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ മുരണ്ടു. ഇന്ന് എന്നെ തൃപ്തിപ്പെടുത്തേണ്ട ഡ്യൂട്ടി നിനക്കാ. എന്നും എന്റെ തൊടലും പിടിക്കലും കൊണ്ട് സുഖിച്ച് കിടക്കാറല്ലേ പതിവ്? ഇന്ന് നീ തന്നെ ചെയ്യുമെല്ലാം. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും തളർന്നുപോയവളോ വാരിയെടുത്ത് റൂമിലേക്ക് നടന്നവൻ. കയ്യിൽ കിടക്കുന്ന പെണ്ണിനെ കൊല്ലാതെ കൊന്നു തിന്നതിന് സമമായിരുന്നു അത്. അവനെ പ്രണയിച്ചു പോയതിന് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഹൃദയം മുറിഞ്ഞ് അതിൽ നിന്ന് രക്തം കുതിച്ചൊഴുകുന്ന പോലൊരു വേദനയോടെ പീലി ബെഡിലേക്ക് അമർന്ന് കിടന്നു. പറഞ്ഞറിയിക്കാനാവാത്ത പോലൊരു വേദന. പക്ഷേ കണ്ണുകൾ കരയാൻ മടിച്ചു, ഹൃദയം തുടിക്കാൻ മടിച്ചു. വെറുമൊരു ജഡം പോലെ ആയിരിക്കുന്നു. ഉള്ളം കിടന്ന് വേവുമ്പോഴും പുറത്തേക്കൊന്നും പ്രകടമായില്ല. അത്രയും ദേഷ്യത്തോടെ വന്യമായ മോഹത്തോടെ അവളിലേക്ക് ചായാൻ ഒരുങ്ങിയവൻ ചലനമേതുമില്ലാതെയുള്ള അവളുടെ കിടപ്പിലാകെ ഒന്ന് ഉലഞ്ഞുപോയി. ഇന്നോളം അവളിൽ കണ്ടിട്ടില്ലാത്തൊരു ഭാവം. കണ്ണുകൾ പിടപ്പോടെ ചിമ്മുന്നുണ്ടെന്നൊഴിച്ചാൽ അവൾ ശ്വസിക്കുന്നുണ്ടെന്ന് പോലും തോന്നില്ല. നെഞ്ചിലൂടെ മൂർച്ചയുള്ള വാള് പോലെന്തോ പാഞ്ഞു പോയത് അവൻ അറിഞ്ഞു. പെട്ടെന്നുള്ള ദേഷ്യത്തിലും വാശിയിലും പറഞ്ഞുപോയ വാക്കുകളുടെ ആഴം. ഇത്തിരിയില്ലാത്തൊരു പെണ്ണിനെ ഒരു വേശ്യയെ പോലെ തരം താഴ്ത്തി സംസാരിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ട് ഈശ്വർ അവളിൽ നിന്ന് മുഖം തിരിച്ചു. ഇന്നോളം തോന്നിയിട്ടില്ലാത്ത കുറ്റബോധം ആദ്യമായ ആ നിമിഷം അവൻ അനുഭവിച്ചറിഞ്ഞു. പ്രണയം തുറന്നു പറഞ്ഞ് പളുങ്ക് പോലെ തിളക്കമേറിയ മിഴികൾ കൊണ്ട് തന്നെ നോക്കിയവൾ ഇന്ന് ജീവനില്ലാത്ത പോലെ കിടക്കുന്നു. ആ കണ്ണുകൾ പോലും നിർജീവം. ഭയമില്ല, പ്രണയമില്ല, വെറുപ്പുമില്ല. വൈക. കാറ്റുപോലെ അവൻ്റെ സ്വരം നേർന്നുപോയി. വൈക, ഞാൻ. ഹൃദയം അലറി കരഞ്ഞുകൊണ്ട് അവനോട് എന്തൊക്കെയോ ചോദിച്ചു പോകുന്നുണ്ട്.
കൊന്നില്ലേ വൈകെ? ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കുന്ന പോലെ വേദനിപ്പിച്ച് കൊന്നില്ലേ? ഒരു വേശ്യേക്കാൾ തരം താഴ്ന്നു പോയവളെന്ന് മുദ്രകുത്തിയില്ലേ? ഈ മൃഗത്തെ പ്രണയിച്ചു പോയതിന് വൈകക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. സ്ഥാനം മറന്ന് യോഗ്യത മറന്ന് മോഹിച്ചു പോയതിന് ലഭിച്ച സമ്മാനം വന്ന എന്തിനാണെന്ന് പോലും മറന്നുപോയി. ആകാശത്ത് വേണമെന്ന് ഭൂമി വാശി പിടിച്ച പോലെ. അപ്പോഴും ഒരു വാക്ക് പോലും അവന് നേരെ അവൾ തൊടുത്തു വിട്ടില്ല. വൈകാ, ഞാൻ പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. മുഖം കുനിച്ച് അത്രയും നോവോടെ അവൾ പറഞ്ഞു. മുഷ്ടി ഉരുട്ടി പിടിച്ചുകൊണ്ട് ആ പെണ്ണിനെ ഒന്ന് നോക്കിയവൻ. 20 വയസ്സ് പോലും കാണില്ല. ഒരു പാവം നാട്ടിൻപുറത്തുകാരി പെണ്ണ്. ഏട്ടന് വേണ്ടി കരഞ്ഞു തൻ്റെ കാല് പിടിച്ചവൾ. ഏട്ടനെ രക്ഷിക്കാൻ തനിക്ക് മുന്നിൽ കഴുത്ത് നീട്ടി തന്നവൾ. ഒടുക്കം പ്രണയം തിങ്ങി നിറഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നവൾ. അവൻ്റെ ഉള്ളം അവൾക്കായി തുടിച്ചുപോയി. കരയാൻ പോലും മറന്നുകൊണ്ട് തനിക്ക് വിധേയപ്പെട്ട് കിടക്കുന്നവളെ കാണെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ എന്തോ അവനുള്ളിൽ നിറഞ്ഞു. കല്ലിൽ സംഗീതം തീർത്ത ശില്പിയെപ്പോലെ അവനിലും എന്തോ ഒരു മാറ്റം വന്ന് നിറഞ്ഞുപോയി. പൂവ് പോലുള്ള അവളുടെ മുഖത്ത് തൻ്റെ കൈവിരലുകൾ തീർത്ത ചുവന്ന പാടിലൂടെ അവൻ്റെ വിരലുകൾ പതിയെ ചലിച്ചു. കണ്ണിമച്ചി മാതാവിനെ നോക്കി കിടന്നതേയുള്ളൂ പീലി. ഇനിയും കരയാൻ വയ്യ. മാറ്റാൻ ശ്രമിച്ച് വീണ്ടും തോറ്റുപോയിരിക്കുന്നു. ആദ്യമായി കണ്ട നിമിഷം തോന്നിയതുപോലൊരു ഭയം അവളെ പിടിമുറുക്കി. കടിച്ചു കയറി തിന്നാൻ വരുന്ന ഒരു മൃഗത്തെ മുന്നിൽ കണ്ട പോലെ പീലിയുടെ ഉടലൊന്നാകെ വിറകൊണ്ടു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പൊക്കോളാം, ഈ കൺമുമ്പിൽ പോലും വരില്ല. അടുത്ത നിമിഷം ബെഡിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് പീലി ഉറക്കെ കരഞ്ഞു. ഞെട്ടലോടെ ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവൻ തറഞ്ഞുപോയി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കാതിൽ പതിക്കുന്ന അവളുടെ കരച്ചിൽ ചീളുകൾ ഹൃദയത്തിന് ഭാരമേറെയാണെന്ന് അവന് തോന്നി. ആദ്യമായി അഭിമുഖീകരിക്കേണ്ടി വന്ന നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവൻ പകച്ചുപോയി. നിസ്സഹായത എന്തെന്നറിഞ്ഞു. എവിടേക്കോ താളം തെറ്റി തുടങ്ങിയ അവസ്ഥയിലായിരുന്നു പീലിയുടെ മനസ്സ്. ഈ പ്രായത്തിൽ സഹിക്കാവുന്നതിലും അപ്പുറം സഹിച്ചു കഴിഞ്ഞു. ജീവിതം പോലും കൈവിട്ടു പോയൊരവസ്ഥ. ഭ്രാന്ത് പിടിച്ചു പോയെന്ന് തോന്നിയതും അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. വല്ലാത്തൊരാശ്വാസമായിരുന്നു പീലിക്ക് തോന്നിയത്. അഴിഞ്ഞുലഞ്ഞുപോയ സാരി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി. ഷവർ തുറന്നിട്ട് ഏറെ നേരം അതിന് ചുവട്ടിൽ നിന്നു. പൊള്ളുന്ന മനസ്സിനെ തണുപ്പിക്കാൻ ആ വെള്ളത്തിന് പോലും ആയില്ലെന്ന് മാത്രം. സ്വയം അറപ്പും വെറുപ്പും ദേഷ്യവുമെല്ലാം തോന്നിപ്പോയവൾക്ക് അർഹിക്കാത്ത മോഹിച്ചു പോയ തൻ്റെ മനസ്സിനോട് പോലും ദേഷ്യം. ആ നിമിഷം അവനോട് മാത്രം അവൾക്ക് ദേഷ്യം തോന്നിയില്ല. എല്ലാം സ്വന്തം തെറ്റ് മാത്രമാണ്. സ്വയം വരുത്തി വെച്ചതാണ്. നിലമറന്നുപോയി. ഭാര്യ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ ആ മനസ്സിലുള്ള തൻ്റെ സ്ഥാനം കൂടെ കിടക്കുന്നവൾ എന്ന് മാത്രമായിരുന്നു എന്നറിഞ്ഞില്ല. അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങി കേൾക്കുന്ന പോലെ തോന്നിയതും വീണ്ടും വീണ്ടും ആർത്ത് കരഞ്ഞു പീലി. ഇനിയൊരു തിരിച്ചുപോക്ക് അയാളിലേക്ക് ഇല്ലാത്ത വിധം മനസ്സ് മടുത്തുപോയിരിക്കുന്നു. ഏറെ നേരത്തിന് ശേഷം നനഞ്ഞു കുതിർന്ന ദേഹത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിൽ തോന്നിപ്പോയ അതിമോഹത്തെ മറന്നുകളയാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. ഒരിക്കലും അതിന് കഴിയില്ലെന്ന് ഹൃദയത്തിൻ്റെ ഒരു പാതി അലമുറ കൂട്ടുമ്പോൾ വാക്കുകൾ കൊണ്ട് അത്രയും തരം താഴ്ത്തിയവന് വേണ്ടെന്ന് മറുപാതിയും വാശി കാണിച്ചു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം മാത്രമുള്ള റോഡിലൂടെ ഈശ്വറിന്റെ കാർ അതിവേഗം പാഞ്ഞുപോയി. ഒപ്പം വരാൻ തുടങ്ങിയ ഗാർഡ്സിനെ ഒരു നോട്ടം കൊണ്ട് തടഞ്ഞു നിർത്തി ഒറ്റയ്ക്ക് കാറെടുത്ത് പോകുന്നതാണ്. ഭ്രാന്തി പിടിക്കുന്ന പോലെയായിരുന്നു ഓരോ നിമിഷവും. പറഞ്ഞതെന്താണ്, ആരെക്കുറിച്ചാണ്, ആരോടാണ് എന്നൊക്കെയുള്ള ചിന്തകൾ തലച്ചോറിൽ കിടന്ന് പുകഞ്ഞു. തൻ്റെ ആയവളെയാണ് വേദനിപ്പിച്ചത്, അപമാനിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? ഭാര്യ എന്നുള്ള അവകാശം അവൾക്ക് നേരെ വെച്ച് നീട്ടിയിട്ട് എന്തിനു വേണ്ടിയായിരുന്നു അവളെ ഈ വിധം വേദനിപ്പിച്ചത്? അവൾ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ ആയിരുന്നില്ലേ? തൻ്റെ മാത്രം. തന്നെ വിട്ടു പോകുന്നോർത്ത് ഉരുകി ജീവിച്ച പെണ്ണ്. ഉള്ളിൽ തോന്നിയ പ്രണയം തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവൾ. ആ ഓർമ്മയിൽ അത്രയും വേദനയോടെ അവൻ്റെ ചുടികൾ വിടർന്നു. ആ നിമിഷങ്ങളിലൊക്കെയും ചിന്തിക്കുന്നത് വൈകയുടെ മഹിയേട്ടം മാത്രമായിട്ടായിരുന്നു. അവിടെ ദക്ഷ മഹേശ്വർ എന്ന അനിമലിന് സ്ഥാനമില്ല. കണ്ണിലും മനസ്സിലും ആ അവളൊരുവൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ താൻ ആരാണെന്നോ എന്താണെന്നോ എല്ലാം അവൻ വിസ്മരിച്ചു പോയി. ഇനിയും മുന്നോട്ട് പോവാനാവാതെ കാറ് നിർത്തി സ്റ്റിയറിംഗിൽ മുഖമമർത്തി വെച്ച് കിടന്നു. കണ്ണുകൾ എന്തിനോ നീറി പുകയുന്നുണ്ട്. ഹൃദയം അതിൻ്റെ മറുപാതിക്കായി മുറവിളി കൂട്ടുന്നുണ്ട്. വേണ്ടിയിരുന്നില്ല ഒന്നും. അവളെ വേദനിപ്പിക്കരുതായിരുന്നു. അവളെ അപമാനിക്കാൻ ശ്രമിച്ച പ്രതിഭയെ ഉപദ്രവിച്ച് ഹോസ്പിറ്റലാക്കിയിട്ട് താൻ എന്താണിപ്പോൾ ചെയ്ത്? അതിലും വലിയ തെറ്റ് ചെയ്തു. ഭ്രാന്തി പിടിച്ചതുപോലെ മുടിയിൽ കൊരുത്തു വലിച്ച് അലറി കരഞ്ഞവൻ ആദ്യമായി. തിരിച്ച് തറവാട്ടിലെത്തിയിട്ടും ഈശ്വരൻ അവിടെ അടുത്തേക്ക് പോകാൻ തോന്നിയില്ല. പറഞ്ഞു പോയതിലുള്ള കുറ്റബോധമാണോ അതോ ഇനിയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവളോടുള്ള പ്രണയമാണോ കാരണമെന്നറിയില്ല. ഇനിയും ആ പെണ്ണിന് മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ലാത്തതുപോലെ. അവളുടെ തകർന്നു പോയ രൂപം കാണാൻ വയ്യ. ആ അവസ്ഥയിൽ അവളോട് എന്തു പറയണമെന്നറിയില്ല.
സമാധാനിപ്പിക്കാനുള്ള വാക്കുകൾ പോലും അന്യമായ ഒരുവൻ. ഇന്നോളം ആർക്കു മുന്നിലും ഇതുപോലൊരവസ്ഥയിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. ആർക്കു വേണ്ടിയും ഉള്ളമിത്ര പിടഞ്ഞു പോയിട്ടില്ല. അത്രയും ആഴത്തിൽ ആ പെൺകുട്ടി മനസ്സിൽ പതിഞ്ഞു പോയെന്നുള്ള സത്യം അവൻ തിരിച്ചറിഞ്ഞു. ശരീരം മാത്രമല്ല, ഓരോ നിമിഷവും ഓരോ നിശ്വാസത്തിലും അവൾ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. AC-യുടെ കുളിരിലും അവൻ്റെ ശരീരം വിയർപ്പിൽ മുങ്ങി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ശരീരം അത്രയും ചൂട് പിടിച്ച് കത്തുന്നത് പോലെ, ഭ്രാന്ത് പിടിച്ച പോലെ അടുത്ത നിമിഷം അവൻ അലറി വിളിച്ചു. ഒരു ഞെട്ടലോടെ വീട്ടിലെല്ലായിടവും ലൈറ്റ് തെളിഞ്ഞു. തളർച്ചയിൽ കണ്ണുകൾ അടഞ്ഞു പോയ പീലിയും പിടച്ചിലോടെ എഴുന്നേറ്റ് പോയി. ഉള്ളുലക്കും പോലെയുള്ള അവൻ്റെ ശബ്ദം അത് കേട്ട ദിശയിലേക്ക് എഴുന്നേറ്റ് പായുമ്പോൾ അവൻ പറഞ്ഞു പോയ വാക്കുകളൊന്നും അവൾ ഓർക്കുന്ന പോലും ഇല്ലായിരുന്നു. കണ്ണിലും മനസ്സിലും ആ രൂപം മാത്രം. കിതപ്പോടെ പീലി ഓടിയെത്തുമ്പോഴേക്കും മുത്തശ്ശനും ജോലിക്കാരിയും ജൂലിയും സേവിയറും ഗാർഡ്സിൽ ചിലരും ഒരു റൂമിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതാണ് കണ്ടത്. വെപ്രാളത്തോടെ ഓടി വന്നവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നുപോയി. അവിടേക്ക് പോകണോ വേണ്ടോ എന്നറിയാതെ പകച്ചു നിന്നു. മോളെ മാഹി, അവൻ തിരിഞ്ഞു നോക്കിയ മുത്തശ്ശൻ പെട്ടെന്ന് പീലിയെ കണ്ടതും ആകുലതയോടെ പറഞ്ഞു തുടങ്ങിയതും മഹി എന്ന് മാത്രമേ പീലി കേട്ടുള്ളൂ. ചുറ്റും നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ റൂമിനകത്തേക്ക് പാഞ്ഞു കയറുമ്പോൾ സേവിയറും ജൂലി അവിടെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽപ്പായിരുന്നു. ആർക്കും അടുത്തേക്ക് പോലും പോകാൻ കഴിയാതെ വെറി പിടിച്ച് നിൽക്കുന്ന ഒരു മൃഗമായിരുന്നു ഈശ്വരെങ്കിൽ അവൾക്ക് അവൻ പ്രണയമായിരുന്നു. ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത നിസ്വാർത്ഥമായ പ്രണയം. അകത്തേക്ക് പാഞ്ഞു എന്നതും കണ്ടു. വെറും നിലത്ത് മുട്ടുകുത്തി കയ്യിലായി മുഖമമർത്തിയിരിക്കുന്നവനെ പീലിയുടെ മനസ്സ് പിടഞ്ഞുപോയി. വലിയൊരു കരച്ചിൽ വന്ന് തടഞ്ഞു നിൽക്കുന്ന പോലെ. സാർ, ഒരു മുട്ടുസൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദത്തിൽ അവളുടെ ശബ്ദം. അടുത്ത നിമിഷം വല്ലാത്തൊരു ഭാവത്തിൽ മുഖമുയർത്തി അവൻ അവളെ നോക്കി. പീലി നിന്നുരുകി. ഹൃദയം ഭയം കൊണ്ടോ അവൻ എന്തു പറ്റിയെന്നുള്ള ആകുലത കൊണ്ടോ വേഗത്തിൽ മിടിച്ചു. സാർ, എന്താ പറ്റി? വളരിക്കൊണ്ട് പറയുന്നതിനൊപ്പം എഴുന്നേറ്റ് അവളുടെ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞു മുറുക്കി അവന്റെ ശരീരത്തോട് ചേർത്തു പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ പീലി ഞെട്ടി. എവിടെയാണ് ചുറ്റുമാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടെന്നുള്ള ബോധം വന്നു. അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതറിമാറാൻ അവളൊരു ശ്രമം നടത്തി നോക്കി. അവളിലുള്ള പിടുത്തം ഒന്നുകൂടെ മുറുക്കാനേ അത് ഉപകരിച്ചുള്ളൂ എന്ന് മാത്രം. സർ, എന്തായി കാണിക്കുന്നത്? വീട്ട് നിന്നോടല്ലടി അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത്. ചുണ്ടോട് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവൻ മുരണ്ടു. ഇരുവരെയും നോക്കി ഞെട്ടലോടെ മിഴിച്ചു നിൽക്കുന്ന ആരെയും അവൻ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. കണ്ണിലും മനസ്സിൽ അവൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊന്നും അവൻ ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു. മുത്തശ്ശൻ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ സേവറിനി അദ്ദേഹത്തിൽ നിന്നുണ്ടാവാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് എന്തുത്തരം നൽകണമെന്നറിയാതെ നിന്നുരുകി. തീർന്നോ നിന്റെ പ്രണയം? ഇത്രയുണ്ടായിരുന്നുള്ളോ ഞാൻ നിനക്ക്? വാശിയോ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ കലർന്നുപോയ ചോദ്യം. പീലി അവനെ മനസ്സിലാവാത്ത പോലെ നോക്കിയെന്ന് പോയി. അവന്റെ പിടുത്തത്തിൽ ശരീരം വല്ലാണ്ട് നോവുന്നുണ്ട്. അതിലേറെ വേദനിക്കുന്ന മനസ്സും. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ പിന്നോട്ട് മാറുന്ന നീയാണോ എന്നെ പ്രണയിക്കുന്നത്? ഒരു പരിധിയിൽ കൂടുതൽ അവന്റെ ശബ്ദമുയർന്നു. ഹിമചിമ്മാതെ അവൾ ആ മുഖത്തേക്ക് നോക്കി. കണ്ണിലൊരു കടൽ ഒളിച്ചിരിക്കുന്നത് പോലെ, തന്നിൽ പോലും ഉറച്ചു നിൽക്കാതെ അവ ചുറ്റും അലയുന്നത് പോലെ. ആദ്യമായി അറിയുന്ന പലതും അവനെ തളർത്തുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്തിനോ ആ മനുഷ്യനോട് അലിവ് തോന്നിപ്പോയി. പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഹൃദയത്തെ കുത്തി പരിക്കേൽപ്പിക്കുമ്പോഴും അവൻ വിഷമിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെയായി. അങ്ങനെ എന്തെങ്കിലും ആണോ പറഞ്ഞത്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.